ഹായ് മക്കളെ, നിയാമിസ് ആണ്. ഈ വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി നമ്മൾക്കറിയാം +2 എക്കണോമിക്സിൽ 2 ഭാഗങ്ങളാണുള്ളത് അല്ലേ? മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ഈ 2 ഭാഗങ്ങളും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്സ് ആണ്. നമ്മൾ ഇതുവരെ 4 ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ 4 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് നമുക്ക് മാക്രോയിലെ തന്നെ നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്, അതായത് ബാക്കിയുള്ള ചാപ്റ്ററിലേക്കുള്ള ഒരു വാതില് പോലുള്ള ചാപ്റ്റർ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? യെസ്, റൈറ്റ് എ നോട്ട് ഓൺ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നിങ്ങളുടെ ക്വസ്റ്റ്യന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ നോക്കി കഴിയുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യനകത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് നമുക്ക് എന്തൊക്കെ എഴുതാം? ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റി എഴുതാം. അതേപോലെ മാക്രോ എക്കണോമിക്സ് എമർജ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ്, അതിന്റെ റീസൺസ്. അതേപോലെ നമ്മൾ ഓർക്കേണ്ട ഒരാളുടെ പേരുണ്ട്, J.M. കെയ്ൻസ്. അദ്ദേഹത്തിന്റെ പേര് കൂടെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നമുക്കറിയാം ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് തന്നെ 18 മാർക്കാണ്. അപ്പം അത്രയേറെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പ്രോബ്ലം പാർട്ടും അതേപോലെ തന്നെ തിയറി പാർട്ടുമുള്ള ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ there are 3 മെത്തേഡ്സ്. പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡും ഉണ്ട്. അപ്പം ആ 3 മെത്തേഡും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഇക്വേഷൻ വെച്ച് തന്നെ ആ ആൻസർ ചെയ്യണം. കാരണം 8 മാർക്കിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്. essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ ചോദ്യം നമുക്ക് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് പ്രോബ്ലം പാർട്ടൊക്കെ ചോദിക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സാമിന് എപ്പോഴും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഇനി മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പം അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ട്. ഏതാണ് ആ ചാപ്റ്റർ? ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതെനിക്ക് തോന്നുന്നു ഒരു 3 മാർക്കിന് 4 മാർക്കിന് അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കില്ല. അപ്പോൾ അത്രയും വെയിറ്റേജ് നമുക്കറിയാം. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2ഉം 3ഉം പേജ് എഴുതുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും അത്രയും പേജ് എഴുതേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? 4 മാർക്കിന് നമ്മൾ ഒരു പേജ് അത്രയും എഴുതിയാൽ മതി. അത് എത്ര കൂടുതൽ എഴുതിയാലും 4 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ടീച്ചർമാർ തരാൻ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. മാക്രോയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം പോലെ തന്നെ ഇവിടെ അതിന്റെ വെയിറ്റേജ് 18 മാർക്ക് തന്നെയാണ്. അത്രയേറെ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. എന്നാൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബഡ്ജറ്റ് ലൈനിനെ പറ്റി. ബഡ്ജറ്റ് ലൈൻ തന്നിട്ട് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അപ്പം അത്രയും രീതിയിൽ എന്ത് കൊടുക്കണം? ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ 4 ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ മിസ് അതിനുള്ളൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.